जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി മറ്റു പല മുതിർന്ന ഭക്തന്മാരുടെയും സാക്ഷാത്കാരങ്ങൾ ക്രോഡീകരിച്ച് ഒരു ബുക്കാക്കിയിട്ടുണ്ട്. മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്നാണ്. അപ്പം അതിൽ യശോദനന്ദൻ എന്ന് പറഞ്ഞ ഡിവോട്ടി പറയുന്നൊരു കാര്യമാണ്. അപ്പം ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിനെ വൃന്ദാവനത്തിലെ ഗുരുകുലത്തിൻ്റെ ഇൻചാർജാക്കിയാണ് വച്ചിരുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു, ശ്രീല പ്രഭുപാദ് എല്ലാ രാത്രി സമയമാകുമ്പോഴും ഈ ഗുരുകുലം എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്ന് പറയും. അപ്പം ശ്രീല പ്രഭുപാദ് ഒരു വേളയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഗുരുകുല പ്രോഗ്രാം ആണ് ഏറ്റവും നമ്മുടെ മൂവ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം യശോദൻ പ്രഭു ചോദിച്ചു, പ്രഭുപാദ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ബുക്ക് വിതരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഈ കുട്ടികളൊക്കെ ഓൾറെഡി അവർ ഡിവോട്ടീസ് ആണ്, പക്ഷെ അവരെ പ്രോപ്പറായിട്ട് അവരെ ട്രെയിനിങ് കൊടുക്കണം. എന്നാൽ മാത്രം എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ദ ചിൽഡ്രൻ ഓഫ് ദീസ് ഡിവോട്ടി വിൽ ബി ദ റിയൽ ഡിവോട്ടീസ് എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ അവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്താലേ അടുത്ത തലമുറയിൽ നല്ല ഭക്തന്മാർ ഇവിടെ വന്ന് ജനിക്കുള്ളൂ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. എന്നിട്ട് പ്രഭുപാദ് മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞത്, എങ്ങനെ യശോദൻ പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത്, പ്രഭുപാദ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഗുരുകുല ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്, പ്രഭുപാദ് ഈ കുട്ടിയെ പഠിക്കാനും എഴുതാനും ശ്ലോകങ്ങൾ പഠിക്കാനും അതിന് മാത്രമല്ല, പ്രഭുപാദ് ഈവൻ ഒരു പോയിന്റില് ഈ കാർപ്പൻട്രി, മേസൺ വർക്ക് ഇതെല്ലാം അതിനകത്ത് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രഭുപാദ് അതിനകത്ത് ശ്രമിച്ചിരുന്നു എന്ന് യശോദൻ പ്രഭു പറയുന്നുണ്ട്. അപ്പോൾ പ്രഭുപാദ് വർണ്ണാശ്രമധർമ്മം കൊണ്ടുവരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികളും ബ്രാഹ്മണിക്കലി ഇൻക്ലൈൻഡ് ആയിരിക്കത്തില്ല. ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ചിലപ്പം എല്ലാ കുട്ടികൾക്കും കാണണം എന്നില്ല. അവർക്ക് ചിലപ്പം ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ള ഇത്. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രോപ്പർലി ഈ കൃഷ്ണ കോൺഷ്യസിൽ നിന്നുകൊണ്ട് തന്നെ, കൃഷ്ണ കോൺഷ്യസ് ഫോൾഡിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർലി എൻഗേജ്മെന്റ് കൊടുക്കണം, എങ്കിലേ അവർ ആ മൂവ്മെന്റിൽ അവിടെ നിൽക്കത്തുള്ളൂ എന്നുള്ളത് പ്രഭുപാദിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പ്രഭുപാദ് ഈ ഒരു വർണ്ണാശ്രമധർമ്മം ഈ മൂവ്മെന്റിൽ കൊണ്ടുവരണം എന്നുള്ളത് പ്രഭുപാദ് വളരെ ആഗ്രഹിച്ചതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതും എന്നാണ് യശോദാനന്ദൻ പ്രഭു പറയുന്നത്.